യെസ്, സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും. സന്തോഷ്, ഒരുപക്ഷെ BJP വിരുദ്ധമായ ഒരു തരംഗം അങ്ങനെ തന്നെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ നേതാക്കളും ഈ വിജയത്തെ ചിലർ അത്ഭുതമെന്ന് പറയുമ്പോൾ ചിലർ വലിയ പ്രതീക്ഷകൾ പുലർത്തുകയാണ്. 2016-ലും 2017-ലും നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷ കക്ഷികളുടെ ക്രോഡീകരണം എത്രമാത്രം സാധ്യമാക്കുമെന്ന് നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുമോ? ഈ പ്രതീക്ഷകൾ കൃത്യമായി അത് രാഷ്ട്രീയപരമായി തന്നെ ക്രോഡീകരിക്കുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ BJPക്ക് എത്രമാത്രം ദുർഘടമായിരിക്കും ഓരോ സംസ്ഥാനങ്ങളും? പ്രദീപ്, ഈ വർഷം ഇനിയും വരാനുള്ളത് 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. ആസാം, പശ്ചിമ ബംഗാൾ, പിന്നെ കേരളം. ഇതിൽ ആസാം BJP വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ നിതീഷ് മുന്നോട്ട് വച്ച ഈ സഖ്യത്തിൻ്റെ വിജയം ആസാമിലും ഒരു വലിയൊരു പരീക്ഷണത്തിന് ചിലപ്പോൾ തുടർച്ചയാകാം. അങ്ങനെയാണെങ്കിൽ BJPക്ക് വീണ്ടും ഒരു ദുർഘട രീതിയിലേക്ക് ആ തെരഞ്ഞെടുപ്പ് മാറാം. പിന്നെയുള്ളത് പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അക്കൗണ്ട് തുറക്കുകയും ഇപ്പോൾ പിന്നീട് വളരെ RSSന്റെ നേതൃത്വത്തിൽ വളരെ ബേസായി തന്നെ ജനങ്ങൾക്കിടയിൽ ഉണർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. പിന്നെ കേരളം, ഈ സംസ്ഥാനങ്ങളിലൊക്കെ വിജയം നിർണ്ണയിക്കാൻ കൂടി ഒരു ഊർജം പകരുമായിരുന്നു BJPക്ക് ഇപ്പോൾ ഇവിടെ ബീഹാറിൽ വിജയിച്ചിരുന്നെങ്കിൽ. പക്ഷേ ബീഹാറിൽ വിജയിക്കാത്തത് അവർക്ക് തിരിച്ചടിയാകുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിജയിച്ചപ്പോൾ അഭിനന്ദനവുമായി എത്തിയ നേതാക്കളെ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആദ്യം അരവിന്ദ് കെജ്രിവാളാണ് അദ്ദേഹത്തിന് നിതീഷിന് അഭിനന്ദനം അർപ്പിച്ചത്. അതിനോടൊപ്പം മമതാ ബാനർജി, പിന്നെ ഇപ്പോൾ NDAയിൽ തന്നെയുള്ള അവരോടൊപ്പം അകന്നു നിൽക്കുന്ന മുംബൈയിൽ നിന്നും ശിവസേന വരെ നിതീഷ് കുമാറിന് അഭിനന്ദനം അർപ്പിച്ചിരിക്കുന്നു. ഇത് ശ്രദ്ധിക്കുക. ഇവരൊക്കെ അരവിന്ദ് കെജ്രിവാൾ ആകട്ടെ, മമതാ ബാനർജി ആകട്ടെ, ഒരു കോൺഗ്രസ് ഇതര BJP വിരുദ്ധ മുന്നണി ദേശീയ തലത്തിൽ രൂപീകരിക്കണം എന്നൊരു ആവശ്യവുമായി രംഗത്തുള്ളവരാണ്. സമാജ്വാദി പാർട്ടിയും ആവശ്യമായി ആദ്യം രംഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അവർ ആ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിച്ചു. പക്ഷെ അവർക്കൊന്നും ഒരു ചലനവും ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത് ചിലപ്പോൾ അവർ വീണ്ടും ഈ സഖ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ ഒരു വലിയൊരു കോർഡിനേഷൻ ഉണ്ടായാൽ അത് BJPക്ക് തിരിച്ചടിയാകാം എന്നതാണ് ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത്. അതിനുള്ളൊരു ശ്രമമായിരുന്നു ബീഹാർ. അത് വിജയിക്കുകയും ചെയ്തു. അതിന് തുടർച്ചയായി മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ BJP ഇനി ഇതിനെ എങ്ങനെ കവർ ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനം. രാജ്യത്ത് ഉയർന്നു വരുന്ന അസഹിഷ്ണുത ഇത്തരം പാർട്ടികളൊക്കെ മുതലാക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും BJPക്ക് കഴിയാത്തൊരു സാഹചര്യം. അതോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത്, എന്തായാലും BJP ഇപ്പോൾ തുടർന്നു വരുന്ന ഒരു വർഗീയ അജണ്ട, പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ബീഫിന്റെ പേരിലായാലും മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങളുടെ പേരിലായാലും അതിനൊക്കെ ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബീഹാർ തിരിച്ചടി ഒരു വിലങ്ങ് തടിയാവും, ഒരു പ്രതിരോധമാകും. അതിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം വലിയ ചലനങ്ങൾ തന്നെ ഉണ്ടാകും. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വിലയിരുത്തലിന് BJP തയ്യാറാകും. BJP വിരുദ്ധ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഏകീകരിക്കാനുള്ള ഒരു അവസരമുണ്ടാകും. ഡിസംബറിലാകട്ടെ പാർലമെന്റ് ചേരുന്നുണ്ട്. പാർലമെന്റ് ഈ സമ്മേളനത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾക്ക് വലിയൊരു ഊർജ്ജം തന്നെ നൽകുകയും ചെയ്യും.